22,000-ഓളം ഗർഭസ്ഥ ശിശുക്കളെ ഭ്രൂണഹത്യയിൽ നിന്നും രക്ഷിച്ചതിന്റെ ആത്മീയ ആനന്ദത്തിൽ സൈഡ് വാക്ക് അഡ്വക്കേറ്റ്സ് ഫോർ ലൈഫ് പ്രോ ലൈഫ് സംഘടന ഭ്രൂണഹത്യ നടത്തിക്കൊടുക്കുന്ന പ്ലാൻഡ് പാരന്റ്ഹുഡിന്റെ റിപ്പോർട്ട് പ്രകാരം 2021 ഒക്ടോബർ 1-നും 2022 സെപ്റ്റംബർ 30-നും ഇടയിൽ 3,92,715 ഭ്രൂണഹത്യകളാണ് സ്ത്രീകൾ നടത്തിയത്. മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 5% വർധനവാണ് ഭ്രൂണഹത്യകളുടെ എണ്ണത്തിൽ ഉണ്ടായത്. ഗുഡ് മാച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം ഭ്രൂണഹത്യ ഗുളികകളുടെ ഉപയോഗത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2023-ൽ 60% മുകളിൽ ഭ്രൂണഹത്യകളും ഇങ്ങനെയാണ് നടന്നത്. അതിരൂക്ഷമായ വെള്ളപ്പൊക്ക ദുരിതത്തിൽ വിഷമം അനുഭവിക്കുന്ന കെനിയൻ ജനതയ്ക്ക് തന്റെ ആത്മീയ സാമീപ്യവും പ്രാർത്ഥനകളും അറിയിച്ചു ഫ്രാൻസിസ് പാപ്പ. സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ച സന്ദേശത്തിലൂടെയാണ് പാപ്പ തന്റെ പ്രാർത്ഥനകൾ അറിയിച്ചത്. മഴ കാണാത്തതിനെ തുടർന്ന് അവിടെ ഒരു അണക്കെട്ട് പൊട്ടുകയും മണ്ണും ചെളിയും വെള്ളത്തോടൊപ്പം ഒഴുകിയെത്തി പല ഗ്രാമങ്ങളെയും തകർത്തു കളയുകയും ചെയ്തു. ഈ അപകടത്തിൽ 50ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ ഇനിയും കാണാതായ ആളുകൾക്കായി തിരച്ചിൽ തുടരുകയാണ്. അമ്മയോടൊപ്പം ഗാസയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കത്തോലിക്ക പെൺകുട്ടി മരിച്ചു. യുദ്ധത്തെ തുടർന്ന് ഗാസയിൽ നിന്നും ഈജിപ്തിൽ അഭയം പ്രാപിക്കുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് ലാറ അൽസെയ്ഗ് മരണപ്പെട്ടത്. ഈജിപ്തിലേക്കുള്ള യാത്ര കഠിനമായിരുന്നു. പാതി വഴി ലാറയ്ക്ക് ക്ഷീണം അനുഭവപ്പെടുകയായിരുന്നു. വെള്ളത്തിന്റെ അഭാവം, മാരകമായ ചൂട് എന്നിവയുടെ ഫലമായി തളർന്നു വീഴുകയും ശരിയായ വൈദ്യസഹായം ലഭിക്കാത്തതിനാൽ ഗാസയിലെ ഹോളി ഫാമിലി ലത്തീൻ പള്ളിയിൽ വെച്ച് മരണപ്പെടുകയുമായിരുന്നു. യുദ്ധസമയത്ത് ലാറയുടെ പിതാവും മരിച്ചിരുന്നു. 22-ാം വയസ്സിൽ റോഡ് അപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥിനിയായ സാൻഡ്ര സെബാറ്റിനി എന്ന യുവതി 2021 ഒക്ടോബർ 24-നാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ നവവധുവായ ഈ വിശുദ്ധയുടെ തിരുനാൾ സഭയിൽ അനുസ്മരിക്കുന്നത് മെയ് 2-നാണ്. ഉപവി പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രാർത്ഥനാ ജീവിതം കൊണ്ടും ഈ യുവതി പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെന്നു. അവളുടെ വലിയ സ്വപ്നമായിരുന്നു ആഫ്രിക്കയിൽ പോയി സേവനം ചെയ്യണം എന്നുള്ളത്. പക്ഷേ വിവാഹം ഉറപ്പിച്ചിരുന്ന വേളയിൽ സാൻഡ്ര സെബാറ്റിനി കാർ അപകടത്തിൽ മരിച്ചു. ആഗോളതലത്തിൽ മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്തി US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയൻസ് ഫ്രീഡം റിപ്പോർട്ട്. വിവിധ കണക്കുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രതിവർഷം പുറത്തിറങ്ങുന്ന ഈ റിപ്പോർട്ട് ഇത്തവണ മെയ് 1-ാം തീയതിയാണ് പ്രസിദ്ധീകരിച്ചത്. ലോകത്തിലെ മതസ്വാതന്ത്ര്യത്തിനെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ് മതനിന്ദാ നിയമങ്ങൾ. റിപ്പോർട്ട് അനുസരിച്ച് 96 രാജ്യങ്ങളിൽ മതനിന്ദാ നിയമങ്ങൾ സജീവമാണ്. അവയിൽ പലതും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം വളർത്താൻ ഉപയോഗിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു.